മന്ത്രി ഗണേഷ് കുമാറും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പുതിയ വഴിത്തിരിവിലേക്ക്. സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഗണേഷ് കുമാറിന്റെ കുടുംബ പ്രശ്നങ്ങൾക്ക് പിന്നാലെയാണ്. നിരവധി പേരാണ് ഈ വിഷയത്തിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുന്നത്. മന്ത്രി ഗണേഷിന്റെ പ്രശ്നം എന്തെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാമെന്ന് ഭാര്യ ബിന്ദു മേനോൻ. നിരവധി സ്ത്രീകളുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടി ഭാര്യ, എനിക്ക് 5000 പ്രണയമുണ്ടെന്നും വ്യക്തിപരമായ കാര്യമെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രണയമില്ലാത്തവർ പൊട്ടൻ. നെഹ്റുവിനും വാജ്പേയിക്കും പ്രണയമുണ്ടായിരുന്നു, ഗണേഷ് കുമാർ വ്യക്തമാക്കി. മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്ന് ഭാര്യ ബിന്ദു മേനോൻ വ്യക്തമാക്കി. 2014 വിവാഹം കഴിഞ്ഞ ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 2019 വലിയ പ്രശ്നമുണ്ടായപ്പോഴും ശ്രീലേഖയെ ബന്ധപ്പെട്ടിരുന്നു. എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറിന് പ്രശ്നമെന്ന് ലോകം മുഴുവൻ അറിയാമെന്നും ബിന്ദു മേനോൻ പറഞ്ഞു. അതേസമയം വ്യക്തിപരമായ കാര്യങ്ങളെ സൈബർ ഇടങ്ങളിൽ പൈസ കൊടുത്ത് ആക്രമിക്കുകയാണെന്നായിരുന്നു ഗണേഷ് കുമാർ വ്യക്തമാക്കിയത്. ശനിയാഴ്ചയാണ് സംഭവം. പ്രശ്നമുണ്ടായതിനു പിന്നാലെ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ മന്ത്രി ഗണേഷ് കുമാറിന്റെ ഭാര്യ ശ്രീലേഖയെ വിളിച്ചാണ് ഉപദേശം തേടിയത്. കാര്യങ്ങൾ കേട്ടതിനു ശേഷം സുരക്ഷയ്ക്കായി സർക്കാർ ഏർപ്പെടുത്തിയ 112 ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാനാണ് ശ്രീലേഖ നിർദ്ദേശിച്ചത്. ഇതനുസരിച്ച് അവർ 112 നമ്പറിൽ വിളിച്ച് താൻ ആരാണെന്നും എന്താണ് പ്രശ്നമെന്നും അറിയിച്ചിരുന്നു. പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും വീട്ടിലേക്ക് കയറാൻ അനുവദിച്ചില്ല. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ വാളകത്തെ വീട്ടിലേക്ക് ഗണേഷ് കുമാറിന്റെ ഭാര്യ അറിയിപ്പില്ലാതെ എത്തിയതോടെയാണ് പ്രശ്നത്തിന് തുടക്കമായത്. അവിടെ ഉണ്ടായ കാര്യങ്ങളുടെ ഫോട്ടോ എടുത്തതോടെ ചിലർ ഇടപെട്ട് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം. ഇത് സംബന്ധിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് സംസ്ഥാന പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. ചേച്ചി ഒന്ന് അടങ്ങ്, സാറിനൊരു തെറ്റുപറ്റി. ആ സ്ത്രീയെ അവിടെ നിന്ന് മാറ്റി. മന്ത്രിയുടെ കൂടെയുള്ള സുഹൃത്തുക്കളും ജീവനക്കാരും എനിക്ക് എതിരാണെന്ന് ബിന്ദു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഞാൻ പൂർണ്ണമായും ഒറ്റയ്ക്കാണ്. എനിക്ക് ഓർമ്മയില്ലാത്ത ഒരു അമ്മയാണുള്ളത്. പല സ്ത്രീകളുടെയും പ്രശ്നം വെച്ച് ഞാൻ വഴക്ക് കൂടും. ഞാൻ പല സ്ത്രീകളെയും വിളിച്ച് ഫയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് സംശയരോഗമാണെന്നാണ് എൻ്റെ വീട്ടുകാരെ വിളിച്ച് പറയുന്നത്. ഞാൻ ആരോടും പറയാതെയാണ് വീട്ടിലേക്ക് പോയത്. അവിടെ പോയപ്പോൾ ബെഡ്റൂമിൽ ഞാൻ കണ്ടത് ഫോട്ടോ എടുക്കാൻ നോക്കി. അത് പറയാൻ പറ്റില്ല. അതിൻ്റെ എല്ലാ ചിത്രങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ മന്ത്രിയെയോ കൂടെയുള്ള ആളെയോ ഒന്നും ചെയ്യാൻ ശ്രമിച്ചില്ല. പക്ഷേ ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ഞാൻ ഉടനെ ശ്രീലേഖ ചേച്ചിയെ വിളിച്ചു. കൺട്രോൾ റൂമിൽ വിളിക്കാൻ ലേഖ ചേച്ചിയാണ് പറഞ്ഞത്. പ്രദീപ് എന്ന് പറഞ്ഞയാൾ വാതിൽ തുറക്കാൻ സമ്മതിച്ചില്ല. പോലീസ് വരുന്നതിന് മുൻപ് സ്ത്രീയെ അവിടെ നിന്ന് മാറ്റി. ഗണേഷ് കുമാർ ഉള്ളിലേക്ക് ഓടി. പോലീസ് വന്ന് യാമിനി തങ്കച്ചിയാണോ എന്ന് ചോദിച്ചു. ചേച്ചി ഒന്ന് അടങ്ങ്, സാറിനൊരു തെറ്റ് പറ്റിപ്പോയെന്നും മന്ത്രിയുടെ സ്റ്റാഫായ മനോജ് പറഞ്ഞു. മനോജിന്റെ കാലിൽ വീണു. ഇതിന്റെ എല്ലാം തെളിവ് എൻ്റെ കയ്യിലുണ്ട്. മന്ത്രി എന്നെ 2 മാസമായി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്നോടൊരു മാപ്പ് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാനൊന്നും പറയില്ലായിരുന്നു. അതൊന്നും ചെയ്യാതെയാണ് എനിക്കെതിരെ വാർത്താ സമ്മേളനം നടത്തിയത്. മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചും ഞാൻ കാര്യം അറിയിച്ചിരുന്നു, ബിന്ദു മേനോൻ പറഞ്ഞു. പ്രണയമില്ലാത്തവർ പൊട്ടൻ. നെഹ്റുവിനും വാജ്പേയിക്കും പ്രണയമുണ്ടായിരുന്നു. ഗണേഷ് കുമാർ കോൺഗ്രസിനും UDFനും നടത്തുന്ന രാഷ്ട്രീയമാണിതെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. BJPയും ഇതിൽ പങ്കാളിയാണ്. പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ഇത്തരം കഥകൾക്ക് പ്രസക്തിയില്ല. 2001 പറയാത്ത അസഭ്യങ്ങളില്ല. അന്ന് ഭാര്യയായിരുന്നു സ്ത്രീ. 25 പേജുള്ള പുസ്തകമടിച്ചാണ് തനിക്കെതിരെ വിതരണം ചെയ്തതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഇതൊന്നും കേരള ജനതയ്ക്ക് ആവശ്യമില്ല. ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന ചോദ്യം മാധവിക്കുട്ടിക്ക് പ്രണയമുണ്ടോ എന്ന് ചോദിക്കും പോലെയാണ്. ഗണേഷ് കുമാറിന് 1 അല്ല 5000 പ്രണയമുണ്ട്. പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. അവന് തലയ്ക്കെന്തെങ്കിലും അസുഖം കാണും. നെഹ്റുവിന് പ്രണയമുണ്ടായിരുന്നു. വാജ്പേയിക്ക് പ്രണയമുണ്ടായിരുന്നു. രാജീവ് ഗാന്ധി പ്രണയിച്ചല്ലേ കല്യാണം കഴിച്ചത്. എപ്പോഴും ശത്രുക്കൾ വീടിനുള്ളിൽ നിന്നാണ്. KSRTC ജീവനക്കാർ ഒന്നടങ്കം എന്നോടൊപ്പം നിൽക്കുകയാണ്. ആരാണ് ശ്രീലേഖ? അവർക്ക് മേയറാകാൻ പറ്റാത്തതിൻ്റെ കുശുമ്പാണ്. അവർ BJPയും ഞാൻ LDFുമാണ്. വട്ടുമൂത്താൽ ആർക്കും 112 വിളിക്കാം. ഞാൻ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. വീടിൻ്റെ അകത്തുള്ള കാര്യം മാധ്യമങ്ങളോട് പറയേണ്ടെന്ന് കരുതി. എല്ലാവർക്കും പ്രണയമുണ്ട്. ചിലർ ഒളിച്ചു വെക്കുന്നു, ചിലർ പരസ്യമായി പറയുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രണയമുണ്ടായിരുന്നത് ജവഹർലാൽ നെഹ്റുവിനാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഗണേഷ് കുമാറിനും ജീവനക്കാർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് വിഷയമാധ്യമ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ച KSU സംസ്ഥാന ഉപാധ്യക്ഷൻ MJ യദുകൃഷ്ണൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. 112 മന്ത്രിയുടെ ഭാര്യ വിളിച്ച് പരാതിപ്പെട്ടതിൽ തുടർ നടപടി വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.